മരം മുറിക്കുന്ന യന്ത്രത്തിൽ കുടുങ്ങി വലതുകൈയുടെ 4 വിരലുകൾ അറ്റുപോയ ജാർഖണ്ഡ് സ്വദേശിയായ അതിഥി തൊഴിലാളിയുടെ വിരലുകൾ കണ്ണൂർ ആശ്രമിംസിൽ തുന്നിച്ചേർത്തു. 21 വയസ്സുകാരനായ രൂപേഷ് കുമാറിനാണ് ജോലിസ്ഥലത്ത് വെച്ച് അപകടം സംഭവിച്ചത്. ജനുവരി 10 ഉച്ചയ്ക്ക് 1:40 അപകടമുണ്ടായത്. തുടർന്ന് ഇദ്ദേഹത്തെ സമീപത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് രാത്രി 8 മണിയോടെ കണ്ണൂർ ആശ്രമിംസിൽ എത്തിക്കുകയും ചെയ്തു. അപകടം സംഭവിച്ച് ഏകദേശം 6 മണിക്കൂറോളം കഴിഞ്ഞാണ് പരിക്കേറ്റ വ്യക്തി ആശ്രമിംസിൽ എത്തിച്ചേർന്നത്. തുടർന്ന് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര, ഡോക്ടർ നിപുൺ, ഡോക്ടർ നിബു കുട്ടപ്പൻ, ഡോക്ടർ അർജുൻ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെയും പ്ലാസ്റ്റിക് സർജറി ടീമിന്റെയും നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നിർവഹിക്കുകയായിരുന്നു. രാത്രി 8:30 ശസ്ത്രക്രിയ ആരംഭിച്ചത്. അതീവ സങ്കീർണമായ മൈക്രോവാസ്കുലർ ശസ്ത്രക്രിയാ രീതിയിലൂടെയാണ് രൂപേഷ് കുമാറിന്റെ കൈവിരലുകൾ തുന്നിച്ചേർത്തത്. ഓരോ വിരലുകളുടെയും അറ്റുപോയ ഭാഗത്തെ അതിസൂക്ഷ്മമായ ഞരമ്പുകളും ധമനികളും രക്തക്കുഴലുകളും ടെൻഡനുകളും ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് ശസ്ത്രക്രിയ നിർവഹിച്ചത്. ഇത് വിരലുകളുടെ ചലനശേഷി തിരികെ നൽകാൻ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ മധുചന്ദ്ര പറഞ്ഞു. 21 വയസ്സുള്ള ഒരു ജാർഖണ്ഡ് സ്വദേശി വുഡ് കട്ടർ മെഷീനിൽ വർക്ക് ചെയ്യുമ്പോൾ 4 വിരലും ഫുള്ളായിട്ട് ആംപുട്ടേറ്റ് ആയി. ഇത് 2 മണിക്ക് സംഭവിച്ചതാണെന്ന്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു രാത്രി 8 മണിക്കാണ് വന്നത്. ഇവിടെ ഇമീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷനിൽ എടുത്ത ശേഷം പിന്നെ നമുക്ക് കണ്ടത് എല്ലാം നല്ല ക്രഷ് ആയിട്ടുണ്ട്. എല്ലാ വിരലും ഫുള്ളായിട്ട് ക്രഷ് ആയിട്ടുണ്ട്. ബോൺ എല്ലാം കുറച്ച് ലോസ് ആയിട്ടുണ്ട്. സോ എല്ലാ വിരലും ഓരോ വിരലും നമുക്ക് മൈക്രോസ്കോപ്പിൽ കണ്ടിട്ട് എല്ലാ വിരലിന്റെ രക്തക്കുഴായി, പിന്നെ ടെൻഡോൺസ്, പിന്നെ നെർവ്സ്, പിന്നെ ബോൺ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് എല്ലാം ചെയ്തു. പിന്നെ അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ICUയിൽ ഒബ്സർവേഷൻ ചെയ്തു, എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ വിരലെല്ലാം ഓക്കെയാണ്. ഇങ്ങനെ ഒരു കൈ അപകടം പറ്റിക്കഴിഞ്ഞാൽ, കൈ അറ്റുപോയി കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്ത് നല്ലൊരു ടൈറ്റ് ഡ്രസ്സിങ് കൊടുക്കുക, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. അറ്റുപോയ ഭാഗം നല്ലൊരു തുണിയിൽ, വൃത്തിയുള്ള ഒരു തുണിയിൽ കവർ ചെയ്തിട്ട് അതൊരു പോളിത്തീൻ ബാഗിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലും താഴെയും ഐസ് വെക്കുക. ഏറ്റവും അടുത്തുള്ള കോട്ടനറി സെൻറ്ററിൽ, അതായത് ടെർഷറി കെയർ പ്ലാസ്റ്റിക് സർജറി യൂണിറ്റ് ഉള്ള ഒരു സെൻറ്ററിലേക്ക് എത്തിച്ചേരുക. ഇത്തരം അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് പ്ലാസ്റ്റിക് സർജറി സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നത് പ്രധാനമാണ്. അറ്റുപോയ ശരീരഭാഗം വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞ് പോളിത്തീൻ കവറിൽ അടച്ച് മുകളിലും താഴെയുമായി ഐസിൽ പൊതിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിക്കേണ്ടത്. സമയം വൈകിയാൽ ആ ഭാഗത്തെ കോശങ്ങൾ നശിക്കുകയും ശസ്ത്രക്രിയ സങ്കീർണമായി തീരുകയും ചെയ്യുമെന്നും ഡോക്ടർ നിപുൺ പറഞ്ഞു.